ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരു 10 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്നാക്കായിട്ടും അതുപോലെ തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടീസ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ആണെങ്കിലും ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു അര സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ആദ്യം ക്യാരറ്റാണ്. ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പച്ച കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ബീൻസ് ആണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള ബീൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാബേജോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. അതൊരു 2 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഏകദേശം ഒരു 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തത് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി, അല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ പച്ചമുളക് 2 ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. കാരണം ഇതിനകത്ത് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ചേർക്കാൻ ഞാൻ വിട്ടുപോയി. അത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം സ്പ്രിംഗ് ഓണിയൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയും ഒക്കെ കിട്ടുന്നത് കൊണ്ട് മാത്രം അതങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 5 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പച്ചക്കറികളിലൊക്കെ ഉപ്പ് ചേർത്തത് കൊണ്ട് അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ട് ഒത്തിരി ചേർക്കണ്ട. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയും അല്പം കൂടെ കുരുമുളക് പൊടിയും. ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി. ഇനി നമുക്കതൊരു സ്പൂൺ വെച്ചിട്ടോ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായി പതഞ്ഞു വരുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് 2 ടേബിൾ സ്പൂണാണ്. നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പാലൊഴിച്ച ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പച്ചക്കറികളെല്ലാം ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ കണ്ടോ, ഞാനിപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ കോരി ഒഴിക്കുന്ന ആ ഒരു കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഇതൊന്ന് കോരി ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ ഇത് നമുക്ക് ഒത്തിരി അങ്ങ് ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തത്. നിങ്ങൾക്ക് ഇനി അതിന് പകരം സ്റ്റീമറിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കിത് ആവി കയറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് അല്പം എണ്ണ, വളരെ കുറച്ച് എണ്ണ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഇതുപോലെ നമുക്കൊന്ന് നിറച്ചൊഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നിറച്ച്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇഡ്ഡലി തട്ടൊന്ന് ഇറക്കി വെച്ച് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയുള്ള സമയത്തിനൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ആവി കയറി വരട്ടെ. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നിറച്ച് ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഒത്തിരി നിറച്ച് ഒഴിച്ചത് കൊണ്ടാണ് ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇത് വെച്ച് നമ്മൾ ഈ ഒരു
ഇഡ്ഡലി ചെമ്പിനകത്ത് വെച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിരുന്നത് കൊണ്ടായിരുന്നു അത് അങ്ങോട്ട് എന്താ പറയുക ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ വേറൊരു തട്ടിലും കൂടെ ഇത് 5 ഇഡ്ഡലിയുടെ ഒരു കുഴിയുള്ള ഒരു തട്ടാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇതാ നോക്കിക്കേ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കോരി ഒഴിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം പോലെ ഇരിക്കുന്നതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് കൊണ്ട് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തത് ആദ്യത്തെ അങ്ങനെ എനിക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ രണ്ടാമത്തെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് ഞാനത് ഒഴിച്ചത്. അപ്പോൾ കണ്ടോ, ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഒന്ന് ഞാൻ ആ ഒരു വെള്ളം പോലെ എടുത്തത് കൊണ്ടാണ് അത് ഇച്ചിരി ഇങ്ങനെ തീരെ കനമില്ലാതെ ഇരിക്കുന്നത്. അതേസമയം ഞാൻ ഇളക്കി എടുത്തത് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലി പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതി ഞാൻ കാണിക്കാം. ഞാനിത് ഉണ്ടാക്കിയ ഒരു 2-3 എണ്ണമാണ് ഞങ്ങൾ വലിയവർ കഴിക്കുക. ബാക്കിയെല്ലാം കുഞ്ഞുങ്ങൾക്കാണ്. അവരുടെ ഒരു സാൻഡ്വിച്ച് പോലെയാണ് ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയും കൂടെ ഞാനിന്ന് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ എല്ലാ തട്ടിൽ നിന്നും ഞാനിതുപോലെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് അടുത്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതൊരു മിനി ഇഡ്ഡലി ആണെന്ന് തന്നെ പറയുള്ളൂ, പക്ഷേ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണെന്ന് മാത്രം. ഇനി ഞാനത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു സാൻഡ്വിച്ച് ആയിട്ട് കൊടുക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് 2 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈസ് നോക്കാം കേട്ടോ. ഞാനിവിടെ കട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ ആ ഒരു മുട്ട ഇഡ്ഡലി എന്നൊക്കെ വിളിക്കാം, അതിനേക്കാൾ അല്പം വലിപ്പം വായ്വട്ടമുള്ള ഒരു കട്ടർ എടുത്തിട്ടുണ്ട്. ആ കട്ടർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സാൻഡ്വിച്ച് പോലെ ഒരു ബർഗർ പോലെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു ബ്രെഡ് കളയണ്ട. ഈ ഒരു ബ്രെഡിൻ്റെ അകത്ത് ഇത് വെച്ചിട്ടും ഞാൻ അതിനുള്ള റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം. ഇതൊന്ന് നമ്മൾ ബട്ടറൊക്കെ തൂത്ത് ഒന്ന് നമ്മളെന്താ പറയുക ടോസ്റ്റ് ചെയ്യാനായിട്ട് ആ പാത്രത്തിൽ വെക്കുന്ന സമയത്ത് നടുക്കൊരു മുട്ട ബുൾസൈ പോലെ ഒഴിച്ച് അത്യാവശ്യമുള്ളൊരു ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും അല്ലാന്നുണ്ടെങ്കിൽ അല്പം പച്ചമുളകൊക്കെ സവോളയൊക്കെ ചേർത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറൊരു ദിവസം ഇടാം. അപ്പോൾ ഇന്ന് ഞാനിതൊരു കുഞ്ഞുങ്ങൾക്ക് ഒരു മിനി ബർഗറായിട്ടാണ് കൊടുക്കുന്നത്. ഒരു മിനി ബർഗർ തന്നെയാണ് കേട്ടോ, സാൻഡ്വിച്ച് അല്ല. അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഞാനത് വട്ടത്തിലെടുത്തത് കൊണ്ട് മിനി ബർഗറായിന്ന് മാത്രം. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് അവർക്ക് ആ ഒരു ബർഗർ ഫീല് വരാൻ വേണ്ടിയിട്ട് അല്പം ടൊമാറ്റോ സോസ് കെച്ചപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് ഒരു നെയ്യ് വെച്ചിട്ടോ ബട്ടർ വെച്ചിട്ടോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേലെ അല്പം ചീസൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെ സൈഡിൽ ഞാൻ ഇതുപോലെ ഒന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. ചില ആൾക്കാർക്ക് ഇങ്ങനെ തൂത്ത് പച്ചയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് അത് ഒന്ന് ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു കളർ മാറുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മിനി ബർഗർ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.